ഹലോ ഗൈസ്, വെൽക്കം ടു മീ ആൻഡ് മൈ ലിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൂച്ചയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പൂച്ചയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ പൂച്ചയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എ ടു സെഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ റീൽസിലൊക്കെ പൂച്ചയുടെ നടത്തം അല്ലെങ്കിൽ കാറ്റ് വീഡിയോസ് ഒക്കെ കാണുന്ന പോലെയല്ല നമ്മൾ ഒരു ജീവിതത്തിൽ അവയെ വളർത്തുമ്പോൾ വളരെയധികം എക്സ്പെൻസീവ് ആണ്. അതുപോട്ടെ ഫിസിക്കലി മെൻ്റലി ഒരു എന്താ പറയുക ചലഞ്ചിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഒരു മെൻറ്റാലിറ്റി വേണം നമ്മൾ അതിനെ നോക്കാനായിട്ട്. അല്ലെങ്കിൽ വഴിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന അതിനെ ആ ഒരു മിണ്ടാപ്രാണികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനെല്ലാം പിക്ചർ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ആ പൂച്ചയെ വാങ്ങുമ്പോൾ ഒരു കേജ് നമ്മൾ വാങ്ങണം. കേജ് എന്ന് പറയുന്നത് വീട്ടിൽ ആ ഒരു കൂടെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൂച്ചയ്ക്ക് എപ്പോഴും ഒരു വൈൽഡിഷ് ആയിട്ടുള്ള നേച്ചർ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അവർക്ക് നന്നായി ഓടാനും ചാടാനും ഉള്ളൊരു ആ ഒരു ഏജ് എത്തുമ്പോൾ അവർ തന്നെ ചാടിപ്പോവും, പുറത്തേക്ക് ചാടിപ്പോവും, അല്ലെങ്കിൽ വേറെ പൂച്ചകളെ കണ്ട് വേറെ പൂച്ചകളുടെ പുറകെ പോവും. അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഒരു 1 തൊട്ട് 2 വയസ്സുള്ള പീരീഡിൽ അവർക്ക് പൂടകൾ കൊഴിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവർ എല്ലായിടത്തും വീട്ടിലിങ്ങനെ തുറന്നു വിട്ടാൽ എല്ലായിടത്തും കയറി അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി ഓടിയൊക്കെ നടക്കുമ്പോൾ പൂടകൾ എല്ലായിടത്തും എന്താ പറയുക ആവാനുള്ള സാധ്യത. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ നിറച്ച് സോഫ നിറച്ച് പൂടയാണ്. അപ്പോൾ ഇവന് അതിൻ്റെ എല്ലായിടത്തും കയറി ഓടി നിരങ്ങി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടി, ആസ്മ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ആ ഒരു പൂട നമ്മുടെ മൂക്കിലേക്ക് വരുമ്പോൾ അത് അലർജി ഉണ്ടാക്കും എന്നാണ് സാരാംശം ഞാൻ പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, കൂടെന്ന് പറയുമ്പോൾ അതിനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് നയിക്കാനും അതിനെ സഹായിക്കുന്നതാണ്. ഒരു കൂടെന്ന് പറയുന്നത് 36 ഇഞ്ചിന് 2500 സംതിങ് ആണ് അതിന് വില. അപ്പോൾ ഒരു എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിറ്ററാണ്. ലിറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റോയൽ കാറ്റ്സിൻ്റെ പ്രീമിയം ആയിട്ടുള്ള, ഇതിൽ കുറേ ഫ്ലേവർ ഉണ്ട്. ലെമൺ, റോസ്, അല്ലെങ്കിൽ ലാവൻഡർ, സെൻറ്റ്, കുറേ ഫ്ലേവറിൽ വരുന്നുണ്ട്. റോയൽ കാറ്റ്സിൻ്റെ നമ്മുടെ കാറ്റ് ലിറ്ററാണ്, അല്ലെങ്കിൽ ലിറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു കാറ്റ് ലിറ്ററിൻ്റെ ഇപ്പോൾ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ലിറ്റർ ബോക്സ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു അത്രയും അത്യാവശ്യം ഒരു ഡയാമീറ്റർ ഉള്ള ഒരു വട്ടക പോലത്തെ സാധനം വാങ്ങിച്ചിട്ട് അതിൽ ലിറ്റർ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ റൂമിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ലിറ്ററിൻ്റെ പ്രത്യേകത, ലിറ്റർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം നമ്മൾ. കാരണം അല്ലെങ്കിൽ നല്ല ദുർഗന്ധം, നമ്മൾ എവിടെയാണ് വെച്ചേക്കണം നല്ല മണം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ലിറ്റർ തന്നെ കേടായിരിക്കും. എപ്പോഴും മാറ്റിയില്ലെങ്കിൽ അതിലെപ്പോഴും നിന്ന് അത് ലിറ്റർ തന്നെ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലിറ്റർ എപ്പോഴും മാറ്റണം. റോയൽ പ്രീമിയം കാറ്റ്സ്, അതിൻ്റെ റേറ്റും കാര്യങ്ങളും പിക്ചറൊക്കെ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മിയോയുടെ ഫുഡാണ്. അതിന് റേറ്റ് കൂടുതലാണ്. 1.5 കിലോനൊക്കെ 300 സംതിങ് വരും. പക്ഷെ അതാണ് കൂടുതൽ നല്ലത് ഹെൽത്തിനും. പൂച്ചയുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസിനും നല്ലത് അതാണ്. കുറച്ചുകൂടി ഒരു കൊഴുപ്പും അതൊക്കെ കൂടുതലാണ് ആ ഫുഡിന്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പർപ്പറ്റിൻ്റെ കാറ്റ് ഫുഡാണ് ഉപയോഗിക്കുന്നത്. അതിന് റേറ്റ് കുറവാണ് പൊതുവെ. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പർപ്പറ്റിൻ്റെയാണ്, ലൂസാണ്. പിന്നെ ലൂസ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പർപ്പറ്റിൻ്റെ കാറ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത്. മിയോയുടെ കാറ്റ് ഫുഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി നല്ലത് അതാണ്. ക്വാളിറ്റി ഉണ്ട് മിയോയുടെ കാറ്റ് ഫുഡിന്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് കേജ്, ലിറ്റർ, ഫുഡ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ്, കൂടുതൽ വീഡിയോ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്